ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഓൺലൈനിൽ നമ്മൾ ഇൻഷുറൻസ് എടുക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. അതായത് ഓൺലൈനിൽ ഇൻഷുറൻസ് എടുക്കുമ്പോഴുള്ള ചതിക്കുഴികൾ, പ്രത്യേകിച്ചും വണ്ടികളുടെ ഇൻഷുറൻസ് എടുക്കുമ്പോൾ അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് അറിയാം. അതായത് നമ്മളെ ഇൻഷുറൻസിൻ്റെ കാര്യങ്ങളെല്ലാം നിയന്ത്രിക്കുന്നത് IRDA എന്ന് പറഞ്ഞ ഒരു സ്ഥാപനമാണ്. അപ്പം ഈ IRDA എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസ് എന്ന് പറയുന്നത് RBI ആണ് അതിൻ്റെ നിയന്ത്രണത്തിലുള്ളത്. അതുപോലെ തന്നെയാണ് ഇൻഷുറൻസിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് IRDA എന്ന് പറഞ്ഞിട്ടൊരു ഹെഡ് ഓഫീസിലാണ് അതിൻ്റെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. അപ്പോൾ ഈ IRDA നിർദ്ദേശിച്ചിരിക്കുന്ന ഒരു പ്രീമിയം ഉണ്ട്. ഇപ്പോൾ ഏത് വണ്ടിയുടെ ആണെങ്കിലും ഇൻഷുറൻസിന് ഒരു മിനിമം പ്രീമിയം എന്നുള്ളത്. അപ്പോൾ ആ പ്രീമിയത്തിലൂടെയാണ് ഇപ്പോൾ നമ്മളിപ്പോൾ അംഗീകൃത ഏജൻസികളിലെല്ലാം ഇൻഷുറൻസ് നമ്മുടെ വണ്ടികൾക്ക് എടുത്തു കൊടുക്കുന്നത്. അപ്പോൾ ഇതറിയാതെ ഒരുപാട് ആളുകൾ ഈ ഓൺലൈൻ പ്ലാറ്റ്ഫോമിൽ കയറി, നമുക്കറിയാം ഇപ്പോൾ ഗൂഗിൾ പേ, ഇപ്പോൾ ഫോൺ പേ തുടങ്ങി ഒരുപാട് പോളിസി ബസാർ അങ്ങനെ ഒരുപാട് സംഭവത്തിൽ കൂടെ നമ്മൾ ഇൻഷുറൻസ് എടുക്കും. അപ്പോൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ നമ്മൾ കരുതുന്നത് നമുക്ക് ഇപ്പം ഏജൻസികളിൽ പോയി എടുക്കുമ്പോഴോ അല്ലെ അംഗീകൃത സ്ഥാപനത്തിലോ പോകുമ്പോൾ 100-300 രൂപ നമുക്ക് കുറവ് കിട്ടും, നമുക്ക് ലാഭമാണ്. നമ്മൾ മലയാളികൾ പൊതുവേ നമ്മൾ ഈ ലാഭത്തിൻ്റെ ആൾക്കാരാണ്. ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പണ്ട് നമ്മൾ KSB ബില്ലും മറ്റും അടയ്ക്കാൻ വേണ്ടി നമ്മൾ മണിക്കൂറുകളോളം ക്യൂ നിന്നാണ് അടച്ചുകൊണ്ടിരുന്നത്. ഇപ്പോൾ നമുക്ക് ഈ പറഞ്ഞ ഗൂഗിൾ പേ വഴിയും ഫോൺ പേ വഴിയും അടയ്ക്കാകുമ്പോൾ നമ്മൾ ഫ്രീ ആയിട്ട് നമുക്ക് വീട്ടിലിരുന്ന് തന്നെ നമുക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതുപോലെയല്ല ഒരിക്കലും നമ്മളൊരു വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുക എന്നുള്ളത്. വണ്ടിയുടെ ഇൻഷുറൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരാൾ അപകടത്തിൽ മരണപ്പെട്ടു പോയി കഴിഞ്ഞാൽ കൃത്യമായിട്ടുള്ള പോളിസി ആണെന്നുണ്ടെങ്കിൽ അതിനകത്ത് PA കവർ കാണും. അപ്പോൾ ആളുടെ കുടുംബത്തിന് 10-15 ലക്ഷം രൂപയ്ക്കകത്ത് അവർക്ക് നഷ്ടപരിഹാരം ലഭിക്കും. പക്ഷെ നമ്മൾ നിർഭാഗ്യവശാൽ ഓൺലൈൻ വഴി നമ്മളൊരു പോളിസി എടുക്കുമ്പോൾ ഈ പറഞ്ഞ PA കവർ, പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ വണ്ടി ഇപ്പോൾ നമ്മുടെ ഓണർ അല്ലാതെ വേറൊരാൾക്ക് നമ്മൾ വണ്ടി കൊടുത്തു വിടുകയാണെങ്കിൽ അതിനും ഒരു കവറേജ് നമുക്കതിനകത്ത് നോട്ട് കൊടുക്കാൻ പറ്റും. അപ്പം ലീഗൽ ലൈബിലിറ്റി എന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ആ ലൈബിലിറ്റി അതെല്ലാം ഒഴിവാക്കും. അതിന് 50 രൂപയേ ഉള്ളൂ. ആ ലൈബിലിറ്റി ഒഴിവാക്കും. അതോടൊപ്പം തന്നെ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജ് ഒഴിവാക്കും. ഇതെല്ലാം ഒഴിവാക്കിയിട്ട് IRDA നിശ്ചയിച്ചിരിക്കുന്നത് ഇപ്പോൾ 1000 cc ഉള്ള ഒരു വണ്ടിക്ക് നോർമൽ 2855 രൂപയാണ് അതിൻ്റെ തേർഡ് പാർട്ടി പ്രീമിയം വരുന്നത്. ഈ 2855 രൂപയ്ക്കകത്ത് അവർ ഈ PA കവറും ഈ പറഞ്ഞ ലീഗൽ ലൈബിലിറ്റി ഇതെല്ലാം ഒഴിവാക്കിയതിന് ശേഷം ഒരു 2200-2300 പോളിസി ഇട്ട് കൊടുക്കും. അപ്പോൾ ഈ പോളിസിയിലുള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ഇതിനകത്ത് വരുന്ന അഡ്രസ്സ് മിസ്റ്റേക്ക് ആയിരിക്കും, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ പോളിസിയായിട്ട് ഈ ആൾ പോയി എവിടെയെങ്കിലും ഒരു ആക്സിഡൻ്റായി ഇപ്പോൾ മരണപ്പെട്ടു എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഈ കുടുംബത്തിന് ഈ ഇൻഷുറൻസും കൊണ്ട് യാതൊരു ബെനിഫിറ്റും ലഭിക്കുകയില്ല. നമുക്കറിയാവുന്നതാണ് ഇപ്പോഴത്തെ ഈ ജീവിത സാഹചര്യത്തിൽ വണ്ടികൾ നിരന്തരം റോഡുകളിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പെരുകുന്ന അവസ്ഥയിൽ ഇവർ ഈ വണ്ടിയുമായിട്ട് റോഡിലോട്ട് ഇറങ്ങുക, ഈ പറഞ്ഞ പോളിസി ഒന്നും ചെക്ക് ചെയ്യാതെ പോവുക, ഈ അപകടം ഏത് നിമിഷവും നമുക്ക് സംഭവിക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഫുൾ കവർ ഇൻഷുറൻസിൽ വമ്പൻ ചതികളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മൾ സ്ഥിരം ചെയ്യുന്നത് കൊണ്ട് നമുക്ക് കൃത്യമായിട്ടറിയാം. ഇപ്പോൾ CSC കേന്ദ്രങ്ങളിലാണെങ്കിൽ IRDA അംഗീകൃതമായിട്ട് പ്രവർത്തിക്കുന്നത്, IRDA അംഗീകൃതമായിട്ട് അവർക്ക് വരുന്ന റാപ്പ് എക്സാമാണ്. ആ റാപ്പ് എക്സാം പാസ്സായ VLEകളുടെ അടുത്തു നിന്ന് ഇപ്പോൾ ഇൻഷുറൻസ് എടുത്തു കഴിഞ്ഞാൽ, ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ കിടങ്ങന്നൂരിലുള്ള CSC കേന്ദ്രത്തിൽ ഈ പറഞ്ഞ റാപ്പ് എക്സാം പാസ്സായ VLE ആണ് ഞാൻ. അതോടൊപ്പം തന്നെ ഈ പറഞ്ഞ വിവിധ തരം വേറെ ഏജൻസികൾ, ഇപ്പോൾ ശ്രീറാം ആയിക്കോട്ടെ, ഓറിയൻ്റൽ ആയിക്കോട്ടെ, ഇതിൻ്റെയൊക്കെ നമ്മൾ IRDAയുടെ എക്സാം പാസ്സായിട്ട് അതിൻ്റെയും നമുക്ക് ഈ പറഞ്ഞതുപോലെ അംഗീകൃതമായിട്ട് പോളിസി എടുക്കാനുള്ള ലോജിനുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ലോജിനിൽ കൂടെ നിങ്ങൾക്കൊരു പോളിസി എടുത്ത് തന്നു കഴിയുമ്പോൾ നിങ്ങൾക്കിപ്പോൾ സപ്പോസ് എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ്, ഇപ്പോൾ വണ്ടിയുടെ ക്ലെയിം കാര്യങ്ങൾ വന്നു കഴിഞ്ഞാൽ നമ്മളെ സമീപിക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മൾ ഓൺലൈനിൽ ഒരു പോളിസി എടുത്തു കഴിഞ്ഞാൽ നമ്മളിത് ആരോടാണ് പറയുന്നത്? നമ്മൾ മെയിൽ അയച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഞാൻ കഴിഞ്ഞ കുറേ വീഡിയോകൾ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു നമ്മൾ ഈ ഇൻഷുറൻസിൻ്റെ. അപ്പോൾ അതിലെല്ലാം വ്യക്തമായിട്ട് നമ്മൾ ഈ കാര്യങ്ങൾ ആൾക്കാർക്ക് പറഞ്ഞു കൊടുക്കുന്നതാണ്. പക്ഷേ എന്നാലും ഓരോ ദിവസങ്ങളിലും ഇതുപോലെ ചതികളിൽപ്പെട്ട് ഓരോ ആളുകൾ വരുന്നു. അവരുടെ വിഷമങ്ങൾ കേൾക്കുമ്പോൾ കൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്ത് നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത് ഒരു അവയർനെസ് കൊടുക്കുന്നത്. നിങ്ങളിപ്പോൾ ഒരു 10-50 അല്ലെ 200 രൂപയ്ക്ക് വേണ്ടിയിട്ട് നമ്മുടെ ജീവിതം തന്നെയാണ് മാറ്റി മറിക്കുന്നതെന്നുള്ളത് നമ്മൾ ഒരിക്കലും മറന്നു പോകരുത്. അപ്പം നിങ്ങൾ ഇൻഷുറൻസ് എടുക്കുമ്പോൾ 3 വട്ടം ചിന്തിച്ചാണ്, പ്രത്യേകിച്ച് വണ്ടിയുടെ ഇൻഷുറൻസ്. ഹെൽത്ത് ഇൻഷുറൻസിലും ഇതേ കാര്യങ്ങളുണ്ട്. ഹെൽത്ത് ഇൻഷുറൻസ് നമ്മൾ എടുക്കാൻ വരുന്നവരുടെ അടുത്ത് കൃത്യമായിട്ട് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടാണ് നമ്മൾ എടുത്തു കൊടുക്കുന്നത്. പക്ഷേ ചില ഏജൻസികൾ ഈ പറഞ്ഞ പോലെ കമ്മീഷൻ കിട്ടാൻ വേണ്ടിയിട്ട് അവർ ക്ലെയിം കിട്ടുമോ എന്തോ നോക്കത്തിലെടുത്തങ്ങ് ജസ്റ്റ് കൊടുക്കുകയാണ്.
അപ്പോൾ പ്രത്യേകിച്ച് വണ്ടിയുടെ ഇൻഷുറൻസ് എടുക്കുന്നത് ഫുൾ കവർ ഇൻഷുറൻസിലെ കുറച്ച് കേസുകൾ ഞാൻ പറഞ്ഞത്. ഇപ്പോൾ ഫുൾ കവർ ഇൻഷുറൻസ് എടുക്കുമ്പോൾ ഇപ്പോൾ പല തരത്തിലുള്ള ഫുൾ കവർ ഇൻഷുറൻസ് ഉണ്ട്. ഈ പറഞ്ഞ ബമ്പർ ടു ബമ്പർ ഉണ്ട്. അതിനകത്ത് തന്നെ ഈ പോളിസികൾ ആഡ് ഓൺ ചെയ്യാവുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഒരു വണ്ടിയുടെ ഓയില് മൊത്തം കവർ ചെയ്യുന്നത്, ഇപ്പോൾ അതിനകത്ത് ആഡ് ഓൺ പോളിസി എടുത്തു കഴിഞ്ഞാൽ വണ്ടിയുടെ എൻജിൻ ഉൾപ്പെടെ എല്ലാ കാര്യങ്ങൾക്കും നമുക്ക് പോളിസി കവർ ആകുന്നതാണ്. അതോടൊപ്പം തന്നെ നമ്മുടെ പഴയ വണ്ടിയുള്ള ഒരാൾ പുതിയ വണ്ടി വാങ്ങാൻ പോകുമ്പോൾ ഈ പഴയ വണ്ടിയുടെ പോളിസി നോ ക്ലെയിം ബോണസ് എന്ന് പറഞ്ഞിട്ടൊരു സാധനമുണ്ട്. അതുണ്ടെന്നുണ്ടെങ്കിൽ അതിനും പ്രത്യേകം ഡിസ്കൗണ്ട് കിട്ടും. ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കി അതിന് ശേഷം മാത്രമാണ് നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത്. എപ്പോഴും നമ്മൾ ഇൻഷുറൻസ് എടുക്കേണ്ടത് അംഗീകൃത ഏജൻസിയിലൂടെ തന്നെ ആയിരിക്കണം. അത് ഞാൻ പിന്നെ എടുത്തു പറയാൻ കാര്യം എന്ന് പറഞ്ഞാൽ നിരവധി ആളുകൾ ഈ ഓൺലൈൻ പോളിസികൾ എടുത്തിട്ട് ചതിക്കുഴിയിൽ പെടുന്നുണ്ട്. അപ്പോൾ ഈ ഓൺലൈൻ പോളിസികളിൽ ഈ പറഞ്ഞ IRDA നിയമം പാലിക്കാതെയാണ് ഈ പറഞ്ഞ ഈ പേഴ്സണൽ ആക്സിഡൻറ്റ് കവറേജും ഈ പറഞ്ഞ ലീഗൽ ലയബിലിറ്റി ഇതൊക്കെ ഒഴിവാക്കിയെടുത്ത് പോളിസി കൊടുക്കുന്നത്. നമ്മൾ ഈ എമൗണ്ട് മാത്രം നോക്കും. നമ്മളിതൊന്നും വായിച്ച് നോക്കാതെയാണ് പോളിസികളെടുത്ത് വണ്ടിയിൽ സൂക്ഷിക്കുന്നത്. അപ്പോൾ ഇനിയെങ്കിലും ഈ വീഡിയോ നിങ്ങളുടെ കണ്ണ് തുറക്കലായിട്ട് തന്നെ നോക്കിക്കൊണ്ട്, അതായത് ഒരു ഐ ഓപ്പണറായിട്ട് തന്നെ നിങ്ങൾ ഈ വീഡിയോയെ കാണുക. അപ്പോൾ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങളിത് മൊത്തം കണ്ടതിന് ശേഷം ഈ പറഞ്ഞ പോലെ ഇനി ഇൻഷുറൻസ് എടുക്കുന്ന വേളയിൽ നിങ്ങൾ കൃത്യമായിട്ടുള്ള അംഗീകൃതമായിട്ടുള്ള ഏജൻസിയിൽ പോയി തന്നെ നിങ്ങളുടെ ഇൻഷുറൻസ് എടുത്തു എന്ന് ഉറപ്പ് വരുത്തുക. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കൊണ്ടുവരുന്ന വീഡിയോകളെല്ലാം നമ്മൾ ഡെയിലി നമ്മുടെ സേവന കേന്ദ്രങ്ങളിൽ ചെയ്യുന്നതും ജെന്യൂനായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ നിങ്ങളിൽ എത്തിക്കുന്നത്. അപ്പോൾ തന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയുവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചോദിക്കുന്ന കാര്യങ്ങൾ നമ്മൾ കമൻറ്റിലൂടെ പറഞ്ഞു തരുന്നതായിരിക്കും. അപ്പോൾ ഈ ഇൻഷുറൻസിനെ സംബന്ധിച്ച് നിങ്ങൾക്ക് എന്തെല്ലാം കാര്യങ്ങൾ കൂടുതൽ അറിയണമെങ്കിലും നമ്മൾ കമൻറ്റിൽ ചോദിച്ചു തന്നു കഴിഞ്ഞാൽ നമ്മൾ കൃത്യമായിട്ടുള്ള മറുപടി അതിന് പറഞ്ഞു തരുന്നതായിരിക്കും. അതോടൊപ്പം തന്നെ ഈ വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. ഹൃദയപൂർവ്വം നിങ്ങളുടെ സ്വന്തം ST ചാനൽ. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.